മുഖ്യമന്ത്രി ചർച്ച അതെനിക്ക് തോന്നുന്നു ഇനി ആ ഒരു 10-24 മണിക്കൂർ ആയിസേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഇത് ഒരു നടക്കൊന്നും പോവില്ല ആര് ജയിച്ചാൽ. ഇന്ന് വി ഡി സതീശൻ മൂകാംബിക ക്ഷേത്രത്തിൽ ദർശനം നടത്തി മടങ്ങി ഇന്നലെ എത്തി. അപ്പൊ എന്തായാലും ആ ക്ഷേത്രനടയിൽ പോയി ഒന്ന് എന്താണ് UDF അധികാരത്തിലേക്ക് എത്തിക്കണം. മൂകാംബിക ക്ഷേത്രത്തിൽ തൊഴിൽ നിൽക്കുന്ന ഒരു ഭക്ത അടുത്ത് നിന്ന് തൊഴുന്ന പ്രതിപക്ഷ നേതാവിനെ കണ്ടപ്പോ അത്ഭുതത്തോടെ എന്നെ വിളിച്ചു പറഞ്ഞു, ഇതൊരു വലിയ വാർത്തയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അതിലെവിടെയാണ് വാർത്ത ഇരിക്കുന്നത്, എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. അങ്ങനെ തൊഴിൽ നിൽക്കുമ്പോൾ മനസ്സിലെ പ്രാർത്ഥന UDF അധികാരത്തിലേക്ക് എത്തിക്കണമെന്ന് മാത്രമാണോ, അത് എന്നെ മുഖ്യമന്ത്രിയോട് ആക്കണേ അമ്മേ മഹാവായ എന്നാണോ അറിയില്ല. അത് അദ്ദേഹത്തിന്റെ മാനസിക വലിപ്പം അനുസരിച്ച് ആയിക്കോട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ പറഞ്ഞ ആ പൊളിറ്റിക്കൽ കൊണണ്ട്രം അക്ഷരാർത്ഥത്തിൽ ഇവിടെയാണ് അങ്ങനെ കൊണണ്ട്രമായിട്ട് നിൽക്കുന്നത്. അതെ, കണണ്ട്രം. വി ഡി സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. അതിൽ KC വേണുഗോപാൽ ആ ഫൈറ്റിൽ നിന്ന് തൽക്കാലം പിന്മാറിയോ എന്നൊരു സംശയം ഉണ്ടാവാനുള്ള കാരണം KC വേണുഗോപാലിന്റെ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു ഡോക്യുമെന്ററി നിർത്തിവെക്കാൻ ഹൈക്കമാൻഡ് പറയുകയും അദ്ദേഹത്തെ PAC വീണ്ടും അധ്യക്ഷനായി മാറ്റിയെന്നുള്ളതാണ്. അതെന്തുമായിക്കോട്ടെ, മൂന്ന് നേതാക്കളും ഒന്നിനും ഇപ്പോ അതിൽ സ്വാഭാവിക പിന്മാറിയിട്ടില്ല എന്നുള്ളതാണ് ഉണ്ട്. അപ്പൊ ഒരുപക്ഷെ 5 വർഷം പ്രതിപക്ഷ നേതാവായി വന്ന് ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ നയിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വാഭാവിക ചോയ്സ് എന്ന് തോന്നാമെങ്കിലും ഈ പറഞ്ഞ മൂന്ന് നേതാക്കൾക്കിടയിലും അവർക്ക് യോഗ്യതയ്ക്ക് യാതൊരു കുറവില്ല. വി ഡി സതീശൻ യോഗ്യത കുറവില്ല. രമേശ് ചെന്നിത്തല KSU മുതൽ തുടങ്ങി യൂത്ത് കോൺഗ്രസിലൂടെ വന്ന് അദ്ദേഹം മന്ത്രിയായി, അദ്ദേഹം KPC അധ്യക്ഷനായി, ഈ പറയുന്ന 5 വർഷം പ്രതിപക്ഷ നേതാവായി. ഒരു ഘട്ടത്തിൽ നേരത്തെ അവർ കോവിഡ് സാഹചര്യത്തിൽ ഭരണനഷ്ടമുണ്ടായി, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം റദ്ദായി പോകുന്നില്ല. KC വേണുഗോപാൽ KSUവിലൂടെ തുടങ്ങി ഈ പറയുന്ന അസംഖ്യം സമരമാർഗങ്ങളിലൂടെ വന്ന് കണ്ണൂരിൽ നിന്ന് വന്നു, പിന്നീട് ആലപ്പുഴയിലേക്ക് വന്നു. ആലപ്പുഴയിൽ CPM തോപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ പലയാവർത്തി MLA ആയി, പിന്നീട് MP ആയി, കേന്ദ്രത്തിലേക്ക് പോയി അവിടെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച രാഹുൽ ഗാന്ധിയുടെ വലങ്കയായി നിൽക്കുന്നു. അദ്ദേഹത്തിനും യോഗ്യതയ്ക്ക് യാതൊരു കുറവില്ല. 3 പേരും തുല്യമായി യോഗ്യരാണ്. അതിൽ ഹൈക്കമാൻഡ് ഒരു തീരുമാനം നിർണായകമാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കട്ടെ. ഹൈക്കമാൻഡ് തീരുമാനം ഉണ്ടാകുന്ന എന്തായാലും ഒരു റെപ്രക്കഷൻ ഉണ്ടാവും. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നതിലാണ്. അത് മാക്സിമം 1 മാസത്തിൽ കൂടുതൽ എന്തെങ്കിലും തർക്കവും എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ 1 മാസത്തിനപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ട് പോകൽ ആ പാർട്ടി ഗുണകരമാവില്ല. ഇനി മറിച്ച് LDF അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ മുഖ്യമന്ത്രി ഓഫ് കോഴ്സ് പിണറായി വിജയൻ, ഒരു തർക്കം അക്കാര്യത്തില്ല. ഇനി പരാജയപ്പെടുകയാണെങ്കിലോ ആര് പ്രതിപക്ഷ നേതാവാകും എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുന്നതിൽ ചർച്ച ചെയ്യുന്നതില്ല, അത് ചർച്ച ഉണ്ടാവണമല്ലോ. ഇപ്പോൾ KK ശൈലജ പേരാവൂർ ജയിക്കുമോ എന്ന ഒരു ആശങ്ക CPM-നകത്തുണ്ട്. അല്ലെങ്കിൽ P രാജീവ് അല്ലെങ്കിൽ ഇപ്പോൾ പിന്നുള്ള TP രാമകൃഷ്ണനാണ്. രാമകൃഷ്ണൻ ആരോഗ്യാവസ്ഥയെ കുറിച്ച് എനിക്കറിയില്ല ആ രംഗത്തേക്ക് വരുമെന്ന്. ഇനി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാൻ ചാൻസ് ഇല്ലാത്ത സാഹചര്യത്തിലാണ് പറയുന്നത്. അതിൽ P രാജീവ്, KN ബാലഗോപാൽ കുറച്ചുകൂടി അഗ്രസീവ് ഷാർപ്പ് എന്നുള്ളത് P രാജീവ് അയക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അവിടുത്തെ കണ്ണൂർ കൂത്തുപറമ്പ് ധാരയിൽ നിന്നും ഇടത് രാഷ്ട്രീയം മറ്റു മേഖലകൾ ഇറങ്ങി വരുന്ന എന്നൊരർത്ഥം അതിനുണ്ട്. ഇനി അതിനപ്പുറം ഇനി ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം ഇല്ലെങ്കിൽ സർക്കാർ തോക്കാൻ കാരണം എന്താണ് എന്ന ചോദ്യമുണ്ട്. അത് സംവേദനത്തിന് എന്തോ പ്രശ്നമുണ്ടോ എന്ന ചോദ്യമുണ്ട്. അതിന് പാർട്ടിക്ക് ഉത്തരവാദിത്തമുണ്ട്. സെക്രട്ടറിക്കും സെക്രട്ടേറിയറ്റും ധാർമ്മികപരമായും കർമ്മപരമായും ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെയാണെങ്കിൽ സെക്രട്ടറി മാറണമെന്ന് ചോദ്യമുണ്ട്. സെക്രട്ടറി മാറുകയാണെങ്കിൽ സമ്മേളന കാലയളവിലാണോ മാറേണ്ടതെന്ന് ചോദ്യമുണ്ട്. അതിന് പകരം ഒരു യുവരക്തം ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ ശക്തമായ ആയുധങ്ങൾ നൽകിയ M സ്വരാജ കസരയിലേക്ക് വരണമെന്ന് ചോദ്യമുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് മറ്റന്നാൾ വോട്ടെണ്ണി കഴിഞ്ഞാൽ ഇരുപക്ഷത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.